അപ്പോൾ അവരുടെ വീഡിയോസും. അപ്പോൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഷാജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ. സംഭവം ഞാനൊരു കാര്യം പറയാം. ഷാജിദ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്രയും നെഗറ്റിവിറ്റി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിരന്തരം വന്നിരുന്ന് ചെയ്യുന്ന വീഡിയോയും കൊടുക്കുന്ന ഇന്റർവ്യൂവും തന്നെയാണ്. അത് തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും മെനയായി മാറുന്നത്. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരിക്കലും പൊട്ടന്മാരല്ല. അവന്മാർക്ക് സത്യം എന്താണെന്ന് നല്ലപോലെ ബോധം വ്യക്തമായിട്ടും അറിയാൻ സാധിക്കും. കാണുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ ഒരാൾ ഉരുണ്ടും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നല്ല ഒന്നാന്തര ഉടായ്പാണെന്ന് ആ അത്യാവശ്യം ചോറുണ്ണണവന് കാര്യം പിടികിട്ടും. ഷാജിദ് ആദ്യം പറയുന്നു, എനിക്ക് കല്യാണം കഴിക്കണം. അങ്ങനെ നിങ്ങൾ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് മെഹർ താലിമാല ഉൾപ്പെടെ എടുത്ത് കാണിക്കുന്നു. ആ വ്യക്തിയുടെ പേര് ഉൾപ്പെടെ അടിച്ചു വെച്ചും കൊണ്ടൊക്കെ കാണിക്കുന്നു. എന്നാൽ റീസെന്റ് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഗൈസ്, ഞാൻ നിങ്ങളെ ചുമ്മാ പറ്റിച്ചതാ, പ്രാങ്ക് സബ്സ്ക്രൈബേഴ്സിനിട്ട് പ്രാങ്ക് ഉണ്ടാക്കിയെന്നാണ് ഷാജിദ പറഞ്ഞു വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഷാജിദയ്ക്കെതിരെ ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. കുടുംബത്തിലുള്ളവർ വരുന്നുണ്ട്, വേറെ ആരൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2 വ്യക്തികളെ ഷാജിദ തേച്ചൊട്ടിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ വേറൊരു രീതിയിൽ കൂടി വേറെ എവിടെ കൂടിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ആ പയ്യൻ, ഞാൻ ഇപ്പോഴും പറയാം, അവൻ പോയി പെട്ടതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അവന് കാരണം വേറൊരു പെണ്ണുമായിട്ട് കല്യാണം കാര്യങ്ങൾ ഉറപ്പിച്ച് വച്ചിരിക്കുകയാണ് ഇവൻ ഇവിടെ പോയി ലോക്കാകുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, നീ വേറെ ഒന്നും കിട്ടിയില്ലേടെ, നിനക്ക് ഇങ്ങനത്തെയൊക്കെ പരിപാടി ചെയ്ത് ജീവിതം നശിപ്പിച്ച് കളയാൻ നാണമില്ലേ? ആ പയ്യൻ്റെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഒരു പെണ്ണുമായിട്ട് കല്യാണം കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി എന്താണ് നീ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ സ്വയമേ കുഴി തോണ്ടിയത് തന്നെയാണ് നിന്റെ ജീവിതം തുളച്ചത്. നീയും അത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. പയ്യൻ്റെ അടുത്താണേ, കേട്ടോ. എന്തായാലും കൊള്ളാടെ, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. ഇന്നലെ ഷാജിദയ്ക്കെതിരെ മറ്റൊരു വോയിസ് വന്നപ്പോൾ ഷാജിദ് അടുത്തൊരു എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നുണ്ട്. ചിരിക്കാണ്ട് എന്ത് പറയാൻ. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. അത്യാവശ്യം നമ്മളെല്ലാവരും സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഷാജിദ അത്ര സുഖത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഷാജിദേ, ഞാൻ ഉള്ള കാര്യം പറയാം, ഇനിയും ഇതിന് എക്സ്പ്ലനേഷൻ ഇട്ട് കളിക്കുകയാണെങ്കിൽ സ്വയമേ നാറാൻ മാത്രമേ നിനക്ക് കഴിയത്തുള്ളൂ. ഒരു മെയിനായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൌഫ് പറഞ്ഞൊരു ചങ്ങായിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുറച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 1 മന്ത് മുന്നൊക്കെ, 1 മന്ത് ആയിട്ടില്ല, ഒരു 2 വീക്ക് ആയിരുന്നു. അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രപ്പോസൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ്. 3 മക്കൾ എന്തോ ഉണ്ട്. അയാളുടെ വൈഫ് കൂടല്ല, അയാൾ നാട്ടിലില്ല, സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു. പേര് റൌഫ്. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ പുതിയ വ്യക്തി റൌഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഷാജിദ് അയച്ചു കൊടുത്ത വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തൊക്കെ വിട്ടിട്ടുണ്ട്. നമ്മൾ അതെന്തായാലും കൊടുക്കാം. ഇതും കൂടി കേട്ടിട്ട് പോവാം. വൈഫ് ഒഴിവായി പോയി. അയാളുടെ വൈഫ് എവിടെ, അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു, അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ, ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ, ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു, കുറച്ച് ക്യാഷ് ഇട്ടു. ഫസ്റ്റ് ഉണ്ട് ഞാൻ ചോദിക്കാൻ തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു. അപ്പോൾ എന്താണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. മാമാൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മാമാനേച്ച് അയാൾക്ക് അങ്ങനെ ക്യാഷ് ഇട്ട് കൊടുത്തു എന്നുള്ള കാര്യം ഷാജിദ പറയുന്നുണ്ട്. ക്യാഷ് ഇട്ട് കൊടുത്തതിൽ തെറ്റൊന്നും കാണത്തില്ല. വേറെ ഒന്നുമല്ല, നാട്ടുകാർക്ക് മൊത്തം കാണാനായിട്ട് QR കോഡ് എടുത്ത് കമ്മ്യൂണിറ്റിയിൽ ഇട്ട് ബാങ്ക് അക്കൗണ്ട് ഫോൺ നമ്പർ എടുത്ത് എബൌട്ടിലും വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ പൈസ ഇട്ടെന്ന് വരും. അത് പൈസ ഇട്ട് വരുന്ന എല്ലാവരുടെ ഉദ്ദേശശുദ്ധിയും ശരിയാവണമെന്നും ഇല്ല. കിട്ടിയവന്മാരെ എല്ലാ പൈസയും വാങ്ങിയിട്ട് അവസാനം മറ്റേ പയ്യന് മാല വാങ്ങിക്കൊടുത്തു, അവന് മറ്റത് വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ വന്ന് വീണ്ടും അത് പൊളിച്ചടുക്കി പറയുമ്പോൾ നിങ്ങളെ പൈസ തന്ന് ഓപ്പറേഷനോ എന്തിനോ വേണ്ടിയിട്ട് സഹായിച്ച സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാരടക്കം നിങ്ങളെ ചെളിവാരി എറിയും, പുച്ഛിക്കും, തള്ളിപ്പറയും. അതൊക്കെ കേൾക്കേണ്ടി വരും. നിങ്ങളായിട്ട് തന്നെ സ്വയം കുഴി തോണ്ടിയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ സീരിയസ്ലി പറയാം, ഒരു സ്ത്രീകളും ഒരിക്കലും ഷാജിദയെ കണ്ടു പഠിക്കാൻ നിൽക്കരുത്. കാരണം ഇവർ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ അടക്കം. ഇന്നത്തെ പയ്യന്മാരെല്ലാം ആൻറ്റി വെറിയന്മാരാണെന്നുള്ള രീതിയിൽ അടക്കം സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ട്. വളരെ മോശമാണ്. ഒരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ പാടില്ലാത്ത ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കി അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു, സംസാരിപ്പിച്ചു. അപ്പോൾ മാമ നീ നാട്ടിൽ വാ, നോക്കട്ടെ, ആലോചിക്കട്ടെ, നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാമയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ, അപ്പോൾ എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നി, ക്യാരക്ടർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി, സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ഇയാളെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മെഹർ മേടിക്കണം, ഗോൾഡ് മേടിക്കണം, നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. അപ്പോൾ ഇയാൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക,
എൻ്റെ എളാമാൻ്റെ മോന് ഗൾഫിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവർക്ക് സഹായിച്ചു. അത് ഞാൻ ഇയാളോട് വിളിച്ച് പറഞ്ഞു, എനിക്ക് അവർക്ക് കുറച്ച് പൈസ സഹായിക്കും. അവന് സംസാരിച്ചിട്ട്, അവന് സാക്ഷിയാണ്, അവന് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൈസ ക്യാഷ് വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു. അപ്പോൾ ഞാൻ എനിക്ക് മൊത്തം പറഞ്ഞാൽ ഒരു അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ചു, ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് 19,000 റുപ്യ സഹായിച്ചു കിട്ടാം. അപ്പോൾ ആ പൈസ അങ്ങനെ പോയി. പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡ് ഞാൻ വിളിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് പിന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇയാളിൻ്റെ സംസാരം, ഇയാൾ ഡെയിലി വിളിക്കുക, രാത്രി വിളിക്കുക, അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു. ഇയാൾ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പൈസ അയച്ചു കൊടുക്കുന്നു, അയാൾ കുറച്ച് ഫോട്ടോസ് അയക്കുക എന്ന് പറയുമ്പോൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു. ഇതെന്തുവാടേ? എനിക്കൊന്നും പറയാനില്ല സീരിയസ്ലി. ഇനി ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി. കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ. പിന്നെ ഇയാളെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, യൂട്യൂബർ ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ വീഡിയോസിൽ യൂട്യൂബർ ജസ്ന, ഏതാ ജസ്ന? ഒരുപാട് ജസ്നാസ് ഉണ്ട്. ഒന്നുകിൽ യൂട്യൂബ് ചാനൽ ഫുള്ളായിട്ട് പറയുക, അല്ലെങ്കിൽ പറയാതിരിക്കുക. ഇത് യൂട്യൂബർ ജസ്ന എന്ന് പറയുമ്പോൾ ഒരുപാട് ജസ്നമാരുണ്ട്. അവരെ അടക്കം ബാധിക്കുന്ന രീതിയിലാണ് ഈ വിഷയം പോകുന്നത്. കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തനമാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരല്ല. ഇതുപോലത്തെ ബ്ലണ്ടർ ഒന്നും വിളിച്ച് പറയാതിരിക്കുക. യൂട്യൂബർ ജസ്നാന്ന് എത്ര ജസ്നമാരുണ്ട്. ഇവരെല്ലാവരും ബാധിക്കുന്ന രീതിയിലല്ലേ ഇവിടെ ഷാജിദ പറഞ്ഞു വെക്കുന്നത്. ബാക്കി കൊള്ളാം, സൂപ്പർ. അപ്പോൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല്. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അപ്പോൾ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തില്ല. അപ്പോൾ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക. പിന്നെ ഇയാൾ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ആ ജസ്ന ആരാണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. വേറൊന്നും കൊണ്ടല്ല, യൂട്യൂബറാണ്. ഇയാൾ 3 ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും നല്ല പരിപാടികളായിട്ടാണ് അതിൻ്റെ അടിയിൽ പൈസ വരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കൊള്ളാം, ചെറുക്കട്ട്. ഇയാൾ ശരിയാവില്ല, ഇത് നല്ലതല്ല, കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനത് ഒഴിവാക്കിയിട്ട് എന്താ പറയുക, ഇയാൾ പൈസ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിൽ ഞാൻ ഇവന്റ് സഹായിച്ചുകൊണ്ട് ആ ക്യാഷ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു ഇന്നൊരു കുറച്ച് അവധി തരണം, ഞാൻ നിങ്ങളുടെ പൈസ അയച്ചു തരാം, ഞാൻ ഈ കല്യാണത്തിന് പിന്മാറണേ, എനിക്ക് പറ്റില്ല. പിന്നെ വയനാട് പോയപ്പോൾ ഇയാൾ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്തു. ആരുടെ കൂടെ പോയിരിക്കുന്നു, എവരുടെ കൂടെ പോയിരിക്കുന്നു, എന്തിനാ പോയിരിക്കുന്നുണ്ട്. കെട്ടിടേൻ്റെ മുന്നേ അയാൾ ഇങ്ങനത്തെ ടോർച്ചർ ചെയ്യുന്ന പറഞ്ഞാൽ പിന്നീട് അങ്ങനെ എൻ്റെ യൂട്യൂബും കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ എന്താവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സംഭവം ഒഴിവാക്കി. അയാളുടെ പറഞ്ഞു വയനാട് അപ്പം ഈ വ്യക്തിയുമായിട്ട് കെട്ടുന്നതിന് മുന്നേ എന്നുള്ള രീതിയിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്നാണ് ഇവിടെ ഷാജിദ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ് ഇപ്പൊ ഷാജിദ പറയുന്നുണ്ട്. എന്നാൽ ആ പറഞ്ഞ വ്യക്തി ആരാ? നേരത്തെ ആ പയ്യൻ 24 വയസ്സായ പയ്യൻ, അവനുമായിട്ട് കെട്ടി അവന്റെ പേര് അടങ്ങുന്ന ലോക്കറ്റ് എന്ന് കാണിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സീരിയസ്ലി എന്താ സംഭവിക്കുന്നത്? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. നാട്ടുകാരെ പറ്റിക്കുവാണോ? വീണ്ടും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണോ ഷാജിദ? കണ്ടുകൊണ്ടിരിക്കുന്നവർ പൊട്ടന്മാരല്ല. അത് സീരിയസ്ലി ആദ്യം സ്വയം മനസ്സിലാക്കുക. ബാക്കി പോയിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് വയനാട്ടിൽ പോയി ഞാൻ അവനെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഇത് സംഭവത്തിന് ഞാൻ ഒഴിവായി. അപ്പോൾ സംഭവം ഇയാളിപ്പോൾ മൊത്തം യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫസ്റ്റ് എന്താണ് ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ, അയാളെ കോൺടാക്ട് ചെയ്തിട്ട് അയാൾക്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഇയാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വോയിസും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ അയച്ചെടുത്ത ഫോട്ടോസ് അയാൾ എനിക്ക് അയച്ച ക്യാഷ് ഞാൻ അയാൾ ക്യാഷ് തന്നിട്ടില്ല ഒരിക്കലും അല്ല. കാരണം ഞാനിത് യൂട്യൂബിന് മുന്നിൽ വന്ന് പറയേണ്ടെന്ന് വിചാരിച്ച സംഭവം ഞാൻ മറച്ചു വയ്ക്കാൻ പറഞ്ഞാൽ ഇത് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ വിഷയങ്ങളാണ്. ഇത് യൂട്യൂബിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എനിക്കൊരു മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസകൾ കൈമറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് എനിക്കൊരു തോന്നുന്നു. കാരണം 1.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ട്. അതിൽ എത്ര പേര് എത്ര രൂപ വെച്ച് അയച്ചു കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. സീരിയസ്ലി സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തുമൊക്കെ അറിയാം ദൈവത്തിന്. ഇത് എന്തൊക്കെയോ നല്ല തിരുമറിയും കാര്യങ്ങളും നടന്നതായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഇയാൾ മെഹർ അയച്ചു കൊടുത്തു. ഞാൻ ഇതേപോലെ ചെയിനും കാര്യങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ നീ സെലക്ട് ചെയ്ത് ചെയ്ത്. അപ്പോൾ ഞാൻ ഈ ചെയിൻ മേടിച്ചതിൻ്റെയും ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തു അയാൾക്ക്. പിന്നെ ഈ പ്രശ്നമായിട്ട് ഞാൻ ഇയാൾക്ക് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ക്യാരക്ടർ ശരിയില്ല. നിങ്ങൾ പിന്നെ പല പെണ്ണുങ്ങൾക്കും പൈസ അയച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ ചേരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാൾക്ക് ഒഴിവായി. അപ്പോൾ ഞാൻ ഭയങ്കര പ്രശ്നം. പിന്നെ ഞാൻ അങ്ങനെ നിന്റെ ഫോട്ടോ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതാക്കും ഇതാക്കും പറഞ്ഞിട്ട് ഇയാൾ കമന്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒരുപാട് ഇയാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് എന്താ പറയുക, ആ ഒരു സംഭവമാണ് ഇപ്പോൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം. സത്യാവസ്ഥ ഇതാണ്. എൻ്റെ മാമ സംസാരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ മറച്ചു വെച്ച് കല്യാണാലോചന നല്ലത്. പിന്നെ അയാൾ ഒരിക്കലും ഞാൻ ചതിച്ചിട്ടില്ല, പൈസ മേടിച്ച് പറ്റിച്ചിട്ടില്ല. അയാൾക്ക് ഇന്നൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ ഇളാമാൻ്റെ മോൻ പൈസ തന്നാൽ ഉടനെ അയാൾക്ക് ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാതെ ഞാൻ ക്യാഷ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ അതൊക്കെ കേട്ടിട്ടും പിന്നെ ഇയാൾ വേറെ അയാൾക്ക് മെയിനായിട്ട് കല്യാണം കഴിക്കാം. അതാണ് അയാളുടെ ഒരു സംഭവം. എന്നിട്ട് അയാൾ കുറേ എടുത്ത് വിളിച്ചിട്ട് കോൾ വിളിച്ചിട്ടും ഫോണിൽ വോയിസ് ഇട്ടിട്ട് ഇയാൾ എന്നോട് പറയുന്നത് ഞാൻ കുറേ ബ്ലോക്ക് ഇട്ടിട്ട് വെച്ചുട്ടാ. പിന്നെ ഇയാൾ ഫുൾ നെറ്റ് കോളാണ്. നെറ്റ് കോൾ ആയതുകൊണ്ട് കുറേ ബ്ലോക്ക് ഇടാൻ പറ്റില്ല.
വിളിക്കുന്നതൊക്കെ ഇയാളായിരിക്കും. പിന്നെ ഇയാൾ ഭയങ്കര പ്രഷറായി, നിന്നെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ വരും, നിന്നെ ഞാൻ കേസ് കൊടുക്കും, നിന്നെ കേസ് കൊടുക്കും, എൻ്റെ പൈസ. ഞാൻ സത്യം പറഞ്ഞാൽ ഇയാളാണ് എനിക്ക് ഫസ്റ്റ് ഞങ്ങളുടെ പൈസ അയച്ചെന്നാണ്. എന്റെ കഷ്ടമൊക്കെ കണ്ടിട്ടും അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നിനക്ക് ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അയച്ചത്. പിന്നെ അയാൾ പറഞ്ഞു കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മെഹർ മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നാട്ടിൽ ഒരു സെറ്റിൽ ആണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഷാജിദ പറയുന്നത് വെച്ചിട്ട് ആ വ്യക്തി ഷാജിദയ്ക്ക് തീരെ ഒരു ചെറിയ എമൗണ്ട് ആവാൻ ചാൻസ് ഇല്ല കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം ഒരു 10K ഒക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും എവിടെന്നെങ്കിലുമൊക്കെ മറിച്ച് കൊടുക്കാൻ പറ്റും. എന്തോ എനിക്ക് തോന്നുന്നില്ല അതൊരു ചെറിയ എമൗണ്ട് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞ് ആരെ ഇളയപ്പൻ്റെ മോനൊക്കെ പൈസ അയക്കുമ്പോൾ അയച്ചു കൊടുക്കുക എന്നുള്ള ഡേറ്റ് ഒക്കെ പറഞ്ഞ് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തോ നല്ല എമൗണ്ട് തടഞ്ഞിട്ടുണ്ട്. എന്തായാലും കൊള്ളാം ഷാജിദ, കൊള്ളാം. ഇയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായപ്പോൾ ഇത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വിട്ടത്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത്. ഈ പൈസ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഞാനൊരു കടമായിട്ടാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഈ പൈസ ഞാൻ അയാൾക്ക് തീർച്ചയായിട്ടും ഞാൻ എത്രയും വോയിസ് അയാൾക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും, എൻ്റെ കയ്യിൽ പൈസ വന്ന ഉടനെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതും കേൾക്കാണ്ട് അയാൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, അയാൾ ഇനി എന്ത് അയാൾ കേസ് കൊടുക്കുക വേറെ ഉള്ളത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പൈസ ഇന്ന ഡേറ്റിന് തരാമെന്ന് പറഞ്ഞിട്ട് ആ പൈസ ഞാൻ തിരിച്ച് കൊടുക്കും ചെയ്യും. പിന്നെ ഇങ്ങനെ കുറേ പെണ്ണുങ്ങളെ അയാൾ ഇതാക്കുന്നുണ്ട്. ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങാനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ്. അവള് അത് യൂട്യൂബർ ജസ്ന, ഇതിപ്പോ യൂട്യൂബർ ജസ്നമാർക്ക് എല്ലാവർക്കും കൂടി നെഞ്ചത്ത് പൊങ്കാല കിട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കിയല്ലോ. കൊള്ളാം. ഭർത്താവിന് മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ആൾക്കാരിനൊക്കെ ഇങ്ങനെ മറ്റൊരാളടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, അവളൊരു യൂട്യൂബറാണ്. അപ്പോൾ അവളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടിൽ വന്ന അവളുടെ കാറുണ്ട്, അലയിലുണ്ട്. ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കുന്ന ജിമ്പല അങ്ങനെ എന്തൊരു സാധനമല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം. നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകുന്ന സെൽഫി സ്റ്റിക്കും വേറെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അയച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഏകദേശം എൻ്റെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. വല്ലവനൊക്കെ വല്ലതും അയച്ചു തരുന്നത് വാങ്ങി വെച്ചിട്ട് എനിക്ക് ഞാൻ ഒന്നും പറയാനില്ലേ, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോടെ സത്യം തീരെ ശരി. അപ്പോൾ എന്താണ് അവളുടെ കുടുംബം എന്നെ പിടിച്ചതാണ് സംഭവം. എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അയാളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇവനുണ്ടല്ലോ അവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ. അപ്പോൾ അവനാണ് ഫസ്റ്റ് വയനാട്ടിൽ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ശല്യമാണ് സർഫ് എന്ന് പറഞ്ഞപ്പോൾ അവനാണ് എനിക്ക് കൂടുതൽ അവൻ ഫോണെടുത്ത് സംസാരിച്ചപ്പോഴാണ് അയാൾക്ക് കൂടുതൽ പ്രഷറായത്. ആണ് ഏതാണുങ്ങളായിട്ടാണ് ഈ കാണാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പ്രഷർ കൂടിയത്. അങ്ങനെയാണ് ഞാൻ ഇയാളെ ഒഴിവാക്കിയത്. എന്തായാലും പൈസ ഞാൻ ഇയാളെ എത്തിക്കും, അത് ഉറപ്പാണ്. അയാളിപ്പോൾ ഏത് വഴിയിൽ കേസ് കൊടുത്താലും വേറെ ഉള്ളവർക്കും മൊത്തത്തിൽ ഇയാളെ യൂട്യൂബിലിട്ട് ഞാൻ അയാൾക്ക് അപ്പോഴും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് ഈ സംഭവം കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഞാൻ ഈ പൈസ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾ വേറെ കുറേ അനാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ കിട്ടുന്ന വഴി നോക്കിക്കോ പൈസ എന്നൊക്കെ ഞാൻ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരാളുടെ മുതൽ ആവശ്യമില്ല, അങ്ങനെ അന്യ ആളുടെ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളുമില്ല, വ്യക്തിയല്ല ഞാൻ. അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ പൈസ എനിക്ക് യൂട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇതിൽ ഇപ്പോൾ എന്ത് കമന്റ് ഇട്ടാലും നിങ്ങൾ എന്നെ എന്ത് മോശം വിചാരിച്ചാൽ ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ചു തരാന്ന് പറഞ്ഞാൽ ഏത് പെണ്ണ് കൈനീട്ടി വാങ്ങും. ഇപ്പോൾ ജസ്റ്റ് 3 ലക്ഷം രൂപ അയാൾക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിന് ഇത്രയും പൈസ അയച്ചു കൊടുക്കാമെന്ന് ഏത് പെണ്ണായാലും കൈ നീട്ടി വാങ്ങും. അതങ്ങ് നമ്മുടെ ഷാജിദ തീരുമാനിച്ചാൽ മതി, ഏത് പെണ്ണും കൈ നീട്ടി വാങ്ങുമെന്ന്. സ്വന്തമായിട്ട് വാങ്ങിയെങ്കിൽ അത് സ്വന്തമായിട്ട് വാങ്ങിയെന്ന് പറ. അങ്ങനെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയാൻ നിൽക്കരുത്, ഏത് പെണ്ണും കൈ നീട്ടി വാങ്ങുമെന്ന്. കൊള്ളാമല്ലേ അത്, സൂപ്പർ. അവളൊരു യൂട്യൂബറാണ്. അപ്പോൾ അവൾക്കും ആലോചിച്ചേ ഇങ്ങനത്തെ ഉള്ള ആൾക്ക് വ്യക്തികളുടെ അടുത്ത് പൈസ മേടിച്ച് വരണം, വേറെ വേറെ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഒരു പെൺകുട്ടിയാണ്, എനിക്ക് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും എല്ലാവരും പൈസ മേടിച്ചു. സത്യം തന്നെയാണ്, അത് കഷ്ടപ്പാടും കാര്യങ്ങളുണ്ട്. ഞാനും പൈസ മേടിച്ചു, എൻ്റെ അഭിമാനത്തോടെ പറയുന്നു. എൻ്റെ പൊന്നും മക്കളെ, ഇതൊക്കെ വള്ളി കേസുകളാണ്. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ആദ്യം മണൽ വെട്ടി അടിക്കണം. സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ, പൈസ അയച്ചു കൊടുത്തവരെ ഒലക്കെ വെട്ടി അടിക്കണം. സീരിയസ്ലി. ഇനി മറ്റേ വ്യക്തിയുടെ ആ ഒരു റിലേറ്റ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് അയച്ചിട്ടുള്ള വോയിസൊക്കെ വേറൊരു ലേഡി കേൾപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇന്നലത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി കേട്ടു നോക്കാം. വ്യത്യാസമുണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഇവിടെ കണ്ടല്ലോ, ഈ സ്ക്രീനിൽ കിടക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ? ഈ ഒരു ഫോട്ടോയിൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 43,500 രൂപ ഷാജിദയ്ക്കാണ് ഇത് അയച്ചിട്ടിരിക്കുന്നത്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലുണ്ട്. അതിലെ ഡേറ്റ് ആണ് ഞാനത് ഇടാൻ കാരണം. ഡേറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. November 13, 2024 8:03, അതായത് പകൽ സമയത്ത്. അപ്പൊ ആ November 13 എന്നുള്ള ഡേറ്റ് മനസ്സിലായല്ലോ. ഇത് 43,500 രൂപ ഷാജിദയ്ക്ക് കൊടുത്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ്. ഇതില് ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പറയുന്ന വെച്ചാൽ ഈ ഒരു ഷാജിദയുടെ കഴുത്തിൽ കിടക്കുന്ന മഹർ എന്ന് പറയുന്ന ആ ഒരു മാലയുണ്ടല്ലോ, അത് ഈ ഷറഫലി കൊടുത്തതല്ല, പകരം മറ്റൊരാളാണ് ഈ ഒരു മാല വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. 43,500 രൂപ എന്ന് പറയുന്നത്. ഈ ഷറഫലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിലും ആ ഷറഫലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ആ മാല എന്ന് പറയുന്നത് ഷറഫലി വാങ്ങിച്ചു കൊടുത്തതല്ല എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട്.
മാല വാങ്ങിക്കാനുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഐഡിയും അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷാജിദ ആ മാലയൊക്കെ ഇട്ട് അയച്ചു കൊടുത്ത, അതായത് ഈ ഒരു ID ട്രാൻസാക്ഷൻ ID അയച്ചു കൊടുത്ത ആ വ്യക്തി തന്നെയാണ് ഈ ഫോട്ടോയും ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി പൈസ കൊടുത്തിരുന്നത്. ആ മാല വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നമ്മുടെ ഷാജിദ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്ന റൌഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരൻ ഇപ്പൊ മിക്ക യൂട്യൂബേഴ്സിനും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും വോയിസ് റെക്കോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാജിദയുടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്, അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കണം ഒരു 11,000 അഡ്വാൻസ് കൊടുക്കാൻ ഇന്നത്തെ റേറ്റിന് നല്ലത്. ഞാൻ എന്താ ഇതിന് പറയേണ്ടത്? നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. ഞാൻ എന്താ പറയേണ്ടത്? ഇതെന്താ ഇവിടെ നടക്കുന്നത്? ഇത് എന്തോ മാഫിയ എന്നുകൊണ്ടേ ആ ലെവലിലൊക്കെയാണ് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, ലോക്കറ്റ് അടിക്കുന്നു, നാട്ടുകാരെ പറ്റിക്കുന്നു, നാട്ടുകാരെ കണ്ണി പൊടിയിട്ടും കൊണ്ട് വീഡിയോ ചെയ്യുന്നു. ഇതെന്താ എന്താ 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 സംഭവിക്കുന്നത്? ഞാൻ ഇത്ര കൊടുക്കുന്നുള്ളൂ സീരിയസ്ലി. ഇന്നലത്തെ എൻ്റെ വീഡിയോയിലും ബാക്കി ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പറക്കുകയാണ്. ഷാജിദ ഇവിടെ വന്നിട്ട് ഓരോന്നിനും എക്സ്പ്ലനേഷൻ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പുതിയ സാധനം കൊണ്ടുവരുമ്പോൾ അതിന് എക്സ്പ്ലനേഷൻ ഇവിടെ നിന്ന് ഇട്ടുകൊണ്ടിരിക്കും. അതാണെങ്കിൽ വീണ്ടും വള്ളിയായിക്കൊണ്ടിരിക്കും. എന്തായാലും കൊള്ളാം ഷാജിദ, കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. ഇതൊക്കെ ഒരു വള്ളി കേസാണ്. സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ നമിച്ച് ഞാൻ നിങ്ങളെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ദയവ് ചെയ്ത് ഈ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയിട്ട് ഇവിടെ വന്ന് കിടന്ന് മെഴുകാൻ നിൽക്കരുത്. ഇനിയും മെഴുകി വീണ്ടും കുരുക്കിലേക്കായിരിക്കും ഷാജിദ പോകുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയ വീഡിയോ ആയിട്ടാണ്.